പിടിക്കുന്നത് ഇങ്ങനെ ഇതാണ് ഇവിടെ പിടിക്കേ ചെവി മുട്ടിക്കുന്നത്. അല്ലാണ്ട് നിനക്ക് പൊന്താഞ്ഞിട്ടല്ല. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കിട്ടു സ്മൈൽ സ്മൈൽ. ആ പുഞ്ചിരിക്കൂ. ബീഫ് ചിക്കനത് ഇതിനകത്ത് കിഴങ്ങാ കൂടുതൽ. കിഴങ്ങും ക്യാരറ്റ്. ആ കിഴങ്ങ് ചിക്കൻ. അത് ഓണിട്ട് കടിച്ചെന്നപ്പോ രസമുണ്ടാ? ചായക്ക് മധുരണ്ടാ? ബൂസ്റ്റിന് മധുരണ്ടാ? ബൂസ്റ്റിന് മധുരണ്ടാ? ചൂട്. നമ്മളിപ്പോ പത്താഴക്കുണ്ട് ഡാം പൊക്കോണ്ടിരിക്കുക. നമ്മൾ 2 വണ്ടിക്കാണ് പോകുന്നത്. നമ്മൾ ഹിമാലയം ജോബപ്പയും ബേബിതായിട്ട് പുറകെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുവാണ്. പൂമേളം കഴിഞ്ഞ് നമ്മൾ പത്താഴക്കുണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പഠിച്ചായിരുന്നു കേട്ടോ ഒരു കമ്പനി. അപ്പൊ നമ്മൾ പോണ വഴി കാണിച്ചു തരാവേ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ പോണ വഴി. മൊത്തം കയറ്റിറക്കൊക്കെയാണ്. നമ്മൾ നോക്കി പിടിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോ താഴെ കിടക്കുക. അത്രേ ഉള്ളു എനിക്ക് പറയാൻ. ഇത് നമ്മുടെ പൂമലയിലെ LP സ്കൂളാണ് കേട്ടാ. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ അപ്പുറത്താണ്. ഞാൻ ഹയർ സെക്കൻഡറിയിലാണ് പഠിക്കണത്. കാണിച്ചു തരാം. അവിടെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് പൂമല പള്ളി. നിങ്ങൾക്കൊന്നും ക്ലിയർ അല്ലെന്ന് മനസ്സിലായി. കാരണം ഞാൻ ഇത് ഭയങ്കരമായിട്ട് കുലുക്കി എടുക്കണത്. അവിടുന്ന് തിരിയാൻ മമ്മി. അടുത്തോട്ട് വരാൻ. അമ്മേ ഗൈസ് ഞാൻ വണ്ടിയിൽ തിരിഞ്ഞിരിക്കാണ് കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ നേരത്തെ ജോബപ്പയുടെ വണ്ടി കയറിയത് കാരണം മമ്മിയുടെ ഒരു വീഡിയോ എടുക്കാനാണ്. ഇപ്പൊ ഞാൻ പിന്നെയും മമ്മിയുടെ വണ്ടി തന്നെ കയറിയത്. അപ്പൊ നമ്മളിനി പത്താഴക്കുണ്ട് കണ്ട് എന്തോ പറഞ്ഞ പത്താഴക്കുണ്ട് ഡാമിൽ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഗൈസ് നമ്മള് പോണ വഴി ഫുള്ള് കുണ്ടുകുഴിയാണ്. ഗൈസ് ഷട്ടർ തുറന്ന് ഗൈസ് തുറന്ന് ഷട്ടർ. ഇതാണ് മക്കളെ നമ്മുടെ പത്താഴക്കുണ്ട് ഡാം. അപ്പം മമ്മി എന്നെ ഇവിടെ ഇറക്കിയിട്ട് മമ്മിയുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. എന്തായാലും പത്താഴക്കുണ്ട് ഡാമിനെ പറ്റി 2 വാക്ക് പറയൂ. സമീപവാസിയായ ജോമോനോട് നമുക്ക് ചോദിക്കാം. പത്താഴക്കുണ്ട് പഴയ ഡാമാണ്. ഇവിടെ ഡാമിൽ നിറച്ച് വെള്ളമുണ്ട്. പിന്നെ പച്ചപ്പും പച്ചപ്പും ഹരിതാപവും ഉണ്ട്. വേണ്ടവർക്ക് ഒന്ന് കുളിക്കാം. അത്രേ ഉള്ളൂ പ്രത്യേകത. ഇതൊരു കുഞ്ഞു ഡാമാണ്. അപ്പം നമ്മൾക്ക് ആ ചവിട്ടുപടി ഇറങ്ങിയിട്ട് താഴത്തോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ആ വെള്ളം ഇറങ്ങി വരുന്നില്ലേ അങ്ങോട്ടേക്ക് നമുക്ക് പോവാട്ടോ. തൃശ്ശൂർ ജില്ലയിലുള്ളതാണ് ഈ പത്താഴക്കുണ്ട് ഡാമും പൂമല ഡാം എന്നൊക്കെ പറയുന്നത്. അടിപൊളി ഡാമാണ്. ചെറിയ ഡാമാണ്. ഒത്തിരി നിങ്ങൾ ഹെവി ആയിട്ട് പ്രതീക്ഷിച്ച് വരരുത്. കുഞ്ഞു ഡാമാണ്. പക്ഷേ ഒത്തിരി അധികം ക്രൗഡഡ് അല്ലാത്ത നമുക്കൊന്ന് ഇറങ്ങി കാണാനൊക്കെ. ഇത് തുറക്കുന്ന സമയത്ത് മാത്രം കേട്ടോ. ബേബി അങ്ങോട്ട് നടന്നോ? ഓക്കേ കണ്ടോ അങ്ങനെ ആൾക്കാരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോ. പശുവിനെ അയച്ചിട്ട് പോലെ ഒക്കെ നടക്കണേ. മേഘ കാലത്ത് പടത്തിറക്കിട്ട പോലെ പോണൊക്കെ. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം ഇപ്പോൾ ഏകദേശം മഴക്കാറൊക്കെ വെച്ച് തുടങ്ങി. പിന്നെ ഇരുട്ട് ബാധിച്ചു തുടങ്ങി കണ്ണിനും മനസ്സിനും പ്രകൃതിക്കും. ഗൈസ് അപ്പൊ നമ്മളിത് താഴത്തോട്ട് കുറെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുവാണ്. മമ്മി ചോപ്പേ പൂജയൊക്കെ വേണ്ടി പോകുന്നുണ്ട്.
പിന്നെ ഞാനെന്തോ പറയാനാ. ഇവിടെ പേര് മാറ്റി ബാസി വെറുതെ ഇരി. എത്ര സ്റ്റെപ്പ് ഉണ്ട് അമ്മി? ഞാൻ എണ്ണിയില്ല, ഒന്നും കൂടി കേറിയിട്ട് പറയാം. എന്തുകൊണ്ട് മമ്മി എണ്ണിയില്ല? അല്ലാത്ത എല്ലാ സാധനം പിടിച്ചെണ്ണയാണ്. പിന്നെ ഈ സ്റ്റെപ്പോ ദൈവമേ, നേരെ നോക്കി നടന്നില്ലെങ്കിൽ നേരെ എന്ന് ആ കുഴിക്കകത്ത് കിടക്കുവേ. ഇതെന്താ തീരാത്തത്? ശേഷം വീണ്ടും നമ്മൾ തിരിക്കുന്ന കുഞ്ഞു സ്റ്റെപ്പിലേക്ക്. അത് വെച്ച് കണ്ണെഴുതാൻ പോണം. കണ്ണെഴുതട്ടെ, അല്ലെങ്കിൽ തന്നെ കണ്ണ് കാണില്ല. അപ്പൊ ഞാൻ ഡാമിന്റെ ഹൈറ്റ് കാണിച്ചു ചോമനെ. ഡാമിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഡാമാണ്. ആൾക്കാര് ഒത്തിരി ഇറങ്ങി എത്തിയിട്ടുണ്ട്. ഷട്ടർ തുറന്നു പറഞ്ഞിട്ടേ, ഷട്ടർ തുറന്നു പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടതാ. ഇവിടുന്നൊക്കെ ഇങ്ങനെ ഓരോ ചാലുകൾ വഴി ഓരോരോ സ്ഥലത്തോട്ട് വെള്ളം വിട്ടുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ടാ പോകാനുള്ളത്, നമുക്ക് നോക്കാം. അതിലമ്പഴി ഓരോരോ ചാലിൽ കൂടി വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് പോകാം. രണ്ടെണ്ണായിരുന്നു മീനെ പിടിക്കാൻ നോക്കുന്നത്. കൈ ഡോൾഫിനെ പിടിക്കാൻ നോക്കുന്നത്. ഡോൾഫിനെ കിട്ടിയ ഡോൾഫിനെ കിട്ടിയോ? ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പം നമുക്കിപ്പോഴാണ് പോകാൻ പറ്റുക. എത്ര ദിവസത്തേക്ക് ഇത് തുറന്നു വയ്ക്കുമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ മഴ അനുസരിച്ചിട്ട് കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. എന്നാലും അത് അടയ്ക്കുന്നതിന് മുമ്പ് പോയി കണ്ടോളൂ. അത്രയ്ക്ക് ഭംഗിയാണ്, ഒരിക്കലും നഷ്ടമാവില്ല നിങ്ങൾക്ക്. ഞങ്ങളൊരു വൈകുന്നേരം സമയത്തൊക്കെ പോയത്. ഒരു 4 മണിക്കൊക്കെ ശേഷം പോകാം, കാരണം ഇല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും കേട്ടോ. പിന്നെ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അധികം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. ഈ താഴത്തെ തട്ടി മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. മേലോട്ട് കായിക ബലമുള്ളവർക്ക് മേലോട്ട് കയറാവുന്നതാണ്. ഞങ്ങൾ താഴത്ത് തന്നെ ആസ്വദിച്ചിരുന്നത്. പിന്നെ ഇത് താഴത്തോട്ട് ഒഴുകി പോകുന്ന സ്ഥലത്തേക്ക് ഒരു കുത്തനെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? ആ, വേറൊന്നും പറയല്ലേ? ഇതിപ്പോ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ലൈവായിട്ട് മീനിന്റെ കടി കൊള്ളാം. നമ്മുടെ ആലപ്പുഴ ബീച്ചിന്റെ അവിടെ പൈസ കൊടുത്തിട്ട് കടി കൊള്ളുന്ന പരിപാടിയാ. നമുക്ക് നേരിട്ട് കടി കൊണ്ട് വീട്ടിൽ പോവാ. ബേബി ബാഹുബലിയിലെ മറ്റേ കല്ല് നനയ്ക്കുക. ജോമനെ എങ്ങനെയുണ്ട്? ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് ഞങ്ങൾ അടപടലം പെട്ടിരിക്കണം. കഴിച്ചു ഞങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്ന കോലത്തിലൊക്കെ വരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ചെയ്യായിരുന്നു. മമ്മി അവസ്ഥയാണെങ്കിൽ ഞാൻ എങ്ങനെ ഇറങ്ങും ഗൈസ്? എന്തായാലും ഇനി ചാടുക. ഓ സൂപ്പർ. ഇങ്ങോട്ട് വരത്തില്ല ആരും. അതിനകത്തൂടി താഴത്തോട്ട് ദൈവത്തിൽ കൂടി പയ്യെ സൂക്ഷിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ, സൂക്ഷിച്ചിറങ്ങണമെന്ന് മാത്രം. ഇങ്ങനെ ചവിട്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം കാണാം കേട്ടോ.
വല്ല പറമ്പിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടോ, ഇങ്ങനെ അങ്ങ് പോകുന്ന താഴത്തോട്ട് കുത്തല് കണക്കാ. മമ്മിക്കൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ ആശുപത്രി പോയി ഒരു ഷോക്ക് കൊണ്ട് തരും. കാണാൻ പറ്റിയ പാട്ട് അങ്ങനെയല്ല കേട്ടോ, കറങ്ങ് ചിറാപ്പുഞ്ചി മഴയത്ത്. ഇപ്പൊ മമ്മി മഴയില്ല, വെറുതെ പാടി മഴ വയ്ക്കരുത്. ദൈവമേ തീർന്ന്. അപ്പൊ ഗൈസ് അതാ ഒരു വഴിക്ക് പോട്ടെ. നമ്മളിതേ നേരത്തെ വന്നത് ദേണ്ട ആ ചേച്ചി കയറിപ്പോണ്ട് പച്ച ഡ്രസ് ചേച്ചി. അവിടെ കൂടെ നമ്മൾ ഇറങ്ങി വന്നത് ദേണ്ട അങ്ങോട്ട് പോയി പോവാ അങ്ങോട്ട്. അത് അവിടെ നമ്മൾ പോയിട്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ കഴിയാത്തതുകൊണ്ട് നമ്മളിതേ വേറൊരു ഷോർട്ട് കട്ട് വഴിയാണ് വരുന്നത്. ഞങ്ങൾ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു ഗൈസ്. ഞങ്ങൾ എവല്യൂഷന്റെ ആൾക്കാരാണ്. ഓ മൈ ഗാഡ്, ഞങ്ങൾ പ്രാചീന. ഓ മൈ ഗാഡ്, ഓ എന്റെ ആടേ. ഞങ്ങൾ സ്വന്തമായിട്ട് വഴി വെട്ടിത്തെളിച്ചു. എന്റെ ദൈവമേ, ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോ പറ്റിയിട്ടുണ്ട് തലക്ക്. ഗൈസ് വലിയ കാടുകളൊക്കെ ഉണ്ട്. ദൈവമേ തീർന്നു. ആ എവിടെയെങ്കിലും എത്തിക്കാന്നല്ലേ. ദൈവമേ ഒന്ന് കുമ്പസാരിക്കണായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് വഴി വെട്ടി വരുന്നവരാണ്. ആമസോൺ കാടുകളൊക്കെ ഉണ്ട് ഇവിടെ. ആരാ കൊണ്ടുണ്ട് അമ്മ? തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിച്ച പത്താഴക്കൊണ്ട് കനാൽ പാലത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളത് കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് മറ്റേ അവര് വെച്ചത്, ഇതൊന്നും അല്ല അവരുടെ മറ്റേ മഞ്ഞ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വഴി പോണ്. മമ്മി ഇപ്പൊ നടന്നു പോവും, അതിപ്പോ വാത്സ്യമാക്കി വിടും. വാത്സ്യം കണ്ടോ നമ്മൾ വാത്സ്യത്തെ കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. വാത്സ്യം ചെടീനെ പോലും വെറുതെ വിടത്തില്ലല്ലേ കർത്താവേ. അമ്മ കൊണ്ടെത്തിച്ചത് ചതിക്കുയില്ല. മമ്മി കൊണ്ട് എത്തിച്ചത് ഏതോ ഒരു വീട്ടുകാരുടെ പറമ്പിലോട്ട്. എങ്ങനെയുണ്ട് എന്റെ പൊന്നമ്മി? തിരിച്ചു അവര് വല്ല കല്ലെറിഞ്ഞ് ഓടിക്കും, വല്ല കുർവാസൊക്കെ പറഞ്ഞോട്ടെ. എന്റെ വഴി കറക്റ്റായിരുന്നു ഗൈസ്. ഞാൻ തെറ്റില്ല ഗൈസ്, തെറ്റില്ല. അതെ അതെ, ചില സമയങ്ങളിൽ എവിടെ കൊണ്ട ചാടിക്കും, ചക്ക വീണ് മുയലിയാറുണ്ട്. ഗൈസ് ഗൂഗിൾ അമ്മച്ചി പോലും അറിയപ്പെടാത്ത സ്ഥലത്ത് കൊണ്ട് നമ്മളെ വഴി തെറ്റിക്കും. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ പോരൂ, ഞാൻ നിങ്ങളെ പ്രശാന്ത സുന്ദരമായ. ഗൈസ് അതാണ് നമ്മൾ അവിടെ ചെന്നിട്ട് മമ്മ തന്നെ പറഞ്ഞത് വാ നമുക്ക് തിരിച്ചു പോരാന്ന്. ഇതല്ലേ ഇതിനകത്ത് കുറച്ച് തോരണങ്ങളും പൂക്കളും ബൾബുകളും ഇട്ടാൽ ക്രിസ്മസ് ട്രീ ആണ്. മമ്മി ഇട്ടാൻ ചിലപ്പോ എന്ന് പറഞ്ഞൊരു സാധനം വരും. അങ്ങനെ നമ്മള് പത്താക്കുണ്ട് ഡാമിൽ നിന്ന് ഇറങ്ങി നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അവര് പുറയിലോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മളിറങ്ങി സൈഡിലൊരു സംഭവം ഇവിടത്തെ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു പോയത്. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തായാലും നമ്മൾ വന്ന വഴിയാണ് കഴിച്ചത്. മൊത്തം കുണ്ടും കുഴി കണ്ടാ, നേരത്തെ കാണിക്കാൻ പറ്റില്ല, മൊത്തം കുണ്ടും കുഴിയാ. ഓഫ് റോഡ് പോകേണ്ടവർക്ക് വരാൻ പറ്റിയ വഴിയാണ്. അതെ 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 അതെ, നമ്മൾ മഴ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണത്. ഇവിടെ തന്നെ നല്ല ഒത്തിരി അടിപൊളി റിസോർട്ടുകളൊക്കെ ഉണ്ട് സ്റ്റേ ചെയ്യാൻ. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ റിസോർട്ടാണ് കേട്ടോ. വൈബ് സ്ഥലമാണ്, വരാൻ പറ്റിയ സ്ഥലമാണ്. ഒരു റീൽ അപാരത പ്രാക്ടീസിങ് മിക്കവാറും രണ്ടും കൂടെ താഴെ കിടക്കും. എന്റെ ദൈവമേ, അതല്ല പാടേണ്ടത്, നിങ്ങൾക്ക് ആദ്യം നേരിട്ട് അത് വേണം പാടാൻ. നിങ്ങൾക്ക് ആദ്യം നേരിട്ട്
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സപ്പോർട്ട് തരാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. നിനക്ക് പൊന്താഞ്ഞിട്ടല്ല